അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെക്നോളജി, അവരുടെ സൈനിക രഹസ്യങ്ങൾ, ആയുധ രഹസ്യങ്ങൾ, ഇത് ആർക്കും കൈവിട്ടു കൊടുക്കാത്ത ഒരു കാര്യമാണ്. നമുക്കറിയാം, പൈലറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന 2 യുദ്ധവിമാനങ്ങളാണ് അവർ തന്നെ തകർത്ത് കളഞ്ഞത്. കാരണം ഇത് ഇറാന്റെ കയ്യിൽ പെടുമോ എന്ന ആശങ്കയാണ്, ഈ ടെക്നോളജികൾ ഇറാന്റെ കയ്യിൽ എത്തുമോ എന്ന ആശങ്കയാണ് അവരെ ഇക്കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഇറാൻ പറയുന്നു 15 അമേരിക്കയുടെ അത്യാധുനിക മിസൈലുകൾ, ഡ്രോണുകൾ ഞങ്ങളുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വജ്രായുധം എന്ന് പറയാവുന്ന GBU-50 എന്നറിയപ്പെടുന്ന പെനിട്രിയേറ്റ് മിസൈലാണ്, ബങ്കർ ബസ്റ്റർ മിസൈലാണ്. 60 മീറ്റർ താഴെ തുളച്ചു കയറി സ്ഫോടനം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈൽ ഇറാന്റെ കയ്യിൽ സുരക്ഷിതമായി ലഭിച്ചു. അത് ഇപ്പോൾ ലാബിലേക്ക് റിവേഴ്സ് എഞ്ചിനീയറിംഗിന് വേണ്ടി കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ട്രംപിനെയും നെതന്യാഹുവിനെയും ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇറാനിൽ നിന്ന് പുറത്തു വന്നത്. മാത്രമല്ല, ഹാറൂബ് എന്നറിയപ്പെടുന്ന, ലൂക്കാസ് എന്നറിയപ്പെടുന്ന ഡ്രോണുകൾ ഇതെല്ലാം ആ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ഹെർമിസ് എന്നറിയപ്പെടുന്ന ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രോൺ ഉണ്ട്, MQ-9 ഡ്രോൺ ഉണ്ട്. ഇത്തരത്തിലുള്ള ഡ്രോണുകൾ കംപ്ലൈന്റുകൾ ഇല്ലാതെ റിവേഴ്സ് എഞ്ചിനീയറിംഗിന് വേണ്ടി അതിന് അവർ അഴിച്ചെടുത്തു എന്ന വാർത്തയാണ് വരുന്നത്. ഈ ഇനത്തിൽ ഏകദേശം 15ഓളം ആയുധ സംവിധാനങ്ങൾ ഇറാന്റെ കയ്യിലെത്തി എന്നാണ് പറയപ്പെടുന്നത്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട അമേരിക്കയുടെ മറ്റൊരു മിസൈലാണ് ടോമഹാക്ക് എന്നറിയപ്പെടുന്ന ക്രൂസ് മിസൈൽ. ഈ മിസൈലുകളും ഇപ്പോൾ ഇറാന്റെ കയ്യിലെത്തി എന്ന വാർത്ത വരുന്നു. യഥാർത്ഥത്തിൽ അമേരിക്കക്ക് സൈനികപരമായി പരാജയമുണ്ടായി, സാമ്പത്തികപരമായി പരാജയമുണ്ടായി. എന്നാൽ ഇറാൻ ഇനി അമേരിക്കയെ ടെക്നോളജിയിൽ വെല്ലുവിളിക്കുമെന്നതിൽ സംശയമില്ല. ഇതുവരെ ഇറാൻ ഏതെല്ലാം ആയുധങ്ങൾ ഇതുപോലെ പിടിച്ചെടുത്തിട്ടുണ്ടോ അതെല്ലാം അവർക്ക് കോപ്പി നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലേറെ ഒരു പടി മുന്നിൽ ടെക്നോളജി സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അതിനെ പുനർനിർമ്മിക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. എങ്കിൽ ഇനി അമേരിക്കയെ ഭീഷണിപ്പെടുത്തുന്നത്, ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജികൾ ഇറാന്റെ കയ്യിലെത്തിയോ എന്നതാണ്. ഈ ടെക്നോളജികൾ എത്തിയാൽ ഉടൻ തന്നെ റഷ്യയും ചൈനയും ഉടനെ അതിനെതിരെയുള്ള ആയുധ സംവിധാനങ്ങളാണ് പിന്നീട് വികസിപ്പിക്കാൻ പോകുന്നത്. ഇവിടെയാണ് അമേരിക്കയും ഇസ്രയേലും പരാജയപ്പെടുന്നത്. യുദ്ധത്തിൽ മാത്രമല്ല, തന്ത്രത്തിൽ മാത്രമല്ല, ടെക്നോളജിയിലും പരാജയപ്പെടാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. യഥാർത്ഥത്തിൽ ഈ വാർത്ത ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടിത്തി പോലെ ആയിരിക്കും കേട്ടിട്ടുണ്ടാകുക എന്നതിൽ സംശയമില്ല. എന്തായിരുന്നാലും ഇപ്പോൾ ഇറാൻ പറയുന്നത് ഇത്തരത്തിൽ എക്സ്പ്ലോഡഡ് അല്ലാത്ത ധാരാളം ആയുധങ്ങൾ അമേരിക്കയുടെ ലഭിച്ചു എന്നാണ് പറയുന്നത്. ഇതാണ് GBU-50 എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ, നിങ്ങൾ ഈ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാകും, ഈ യുദ്ധവിമാനം B-2 സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം. ഇതാണ് ഇറാന്റെ ഫോർഡ് ആണവ റിയാക്ടറിന് നേരെ അമേരിക്ക ആക്രമണം നടത്താൻ വേണ്ടി ഉപയോഗിച്ചത്. ഈ ആയുധം GBU-50 വഹിക്കാൻ സാധാരണ F-35 കഴിയില്ല. അതിന് ഇത്തരം സ്ട്രാറ്റജിക് ബോംബറുകൾ തന്നെ വേണം. എന്നാൽ അത്രയും പ്രധാനപ്പെട്ട മിസൈലുകളുടെ ടെക്നോളജിയാണ് ഇപ്പോൾ ഇറാന്റെ കയ്യിലെത്തിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ യുദ്ധം എല്ലാ തരത്തിലും അമേരിക്ക പരാജയപ്പെട്ടു. F-35 ആർക്കും തകർക്കാൻ കഴിയില്ലെന്ന് പറയുന്നു, അത് തകർത്ത് കളഞ്ഞു. അമേരിക്ക എല്ലാ അർത്ഥത്തിലും അവരെ വെല്ലുവിളിച്ചു. അവരുടെ ടെക്നോളജിയിലും യുദ്ധത്തിലും തന്ത്രത്തിലും എല്ലാം ഇപ്പോൾ ഇറാൻ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് എന്നത് ഒരു വസ്തുതയാണ്.